ഹായ് ഓൾ, സ്കോർ അക്കാഡമിയുടെ ക്യുക്ക് റിവിഷൻ കാർഡ് സീരീസിലേക്ക് സ്വാഗതം. എന്താണ് ക്യുക്ക് റിവിഷൻ കാർഡ് അഥവാ ക്യൂ കാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ വളരെ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഡിസ്കഷൻ സീരീസ് ആണ് ക്യൂ കാർഡ് സീരീസ്. ക്യൂ കാർഡ് സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പരിശോധിക്കുകയാണെങ്കിൽ ആ ചോദ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ ഉത്തരങ്ങളായി നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നോ ഒട്ടനവധി പുതിയ ചോദ്യങ്ങൾ ഫോം ചെയ്യുകയും ഒപ്പം കുറെ അധികം കോൺസെപ്റ്റുകൾ നമുക്ക് റിവൈസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ക്യൂ കാർഡ് സീരീസിലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് പരിശോധിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡീമോഡുലേറ്റർ ക്യാൻ ബി used to demodulate the signal x of t is equal to 5 into 1 plus 2 cos 200 pi t into cos 2000 pi t. അപ്പോൾ നമുക്ക് ഒരു മോഡുലേറ്റഡ് സിഗ്നൽ തന്നിട്ടുണ്ട്. ആ മോഡുലേറ്റഡ് സിഗ്നൽ കണ്ടിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഏത് ഡീമോഡുലേറ്റർ ആണ് ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ്. ഓപ്ഷനുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഓപ്ഷൻ എൻവലപ്പ് ഡിറ്റക്ടർ, രണ്ടാമത്തെ ഓപ്ഷൻ സ്ക്വയർ ലോ ഡിറ്റക്ടർ, മൂന്നാമത്തെ ഓപ്ഷൻ സിങ്ക്രണസ് ഡിറ്റക്ടർ, നാലാമത്തെ ഓപ്ഷൻ നൺ ഓഫ് ദിസ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ മൂന്നെണ്ണവും AM ഡിറ്റക്ടേഴ്സ് ആണ്. ഇപ്പോൾ തന്നിരിക്കുന്ന മോഡുലേറ്റഡ് സിഗ്നൽ AM ആകാനാണ് സാധ്യത, പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല, കാരണം ഓപ്ഷൻ ഡിയിൽ തന്നിരിക്കുന്നത് നൺ ഓഫ് ദിസ് എന്നാണ്. അപ്പൊ ഇത് ഏത് സിഗ്നൽ ആണ്? AM മോഡുലേറ്റഡ് സിഗ്നൽ ആണോ, FM മോഡുലേറ്റഡ് സിഗ്നൽ ആണോ, PM മോഡുലേറ്റഡ് സിഗ്നൽ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. അതിനുശേഷം നമ്മൾ ഏത് ഡിറ്റക്ടർ ഉപയോഗിക്കും എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ നോക്കി, നമുക്ക് ഒരു AM സിഗ്നലിന്റെ ജനറലൈസ്ഡ് ഇക്വേഷൻ എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഈ തന്നിരിക്കുന്നതാണ് ഒരു AM മോഡുലേറ്റഡ് സിഗ്നലിന്റെ ജനറലൈസ്ഡ് ഇക്വേഷൻ. AC into 1 plus m cos omega mt into cos omega ct. ഈ ഒമേഗയ്ക്ക് പകരം 2πf എന്ന ഫ്രീക്വൻസി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ എഴുതുമ്പോൾ ഈ സിഗ്നൽ എങ്ങനെ വരും? AC into 1 plus m cos omega m എന്നുള്ളതിന് പകരം 2πfm എന്ന് എഴുതുകയാണ്. 2πfm into t into cos 2πfc into t. ഇതാണ് നമുക്ക് AM-ന്റെ ജനറലൈസ്ഡ് ഫോം. ഇനി AM തന്നെ നമുക്ക് പല ടൈപ്പ് AM ഉണ്ട്. സിംഗിൾ ടോൺ AM ഉണ്ട്, മൾട്ടി ടോൺ AM ഉണ്ട്, ഒപ്പം ആർബിട്രറി AM സിഗ്നൽ ഉണ്ട്. ഇതെല്ലാം നമ്മൾ പറയുന്നത് നിങ്ങളുടെ മെമ്മറിയിലേക്ക് ഇതെല്ലാം ഒന്ന് വരാൻ വേണ്ടിയാണ്. ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ പോയി വളരെ ക്വിക്കായിട്ട് അതൊന്ന് റിവൈസ് ചെയ്ത് വരിക. ഇങ്ങനെ പല ടൈപ്പ് AM ഉണ്ട്. ഇതിൽ ഏത് AM സിഗ്നലാണ് ഈ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ജനറലൈസ്ഡ് ഫോം കണ്ടിട്ട് ഇതിൽ ഏത് AM ആണ് ഇതെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇവിടെ നോക്കിയേ, നിങ്ങളുടെ മെസ്സേജ് സിഗ്നൽ ഒന്ന് പരിശോധിച്ചേ. ഇവിടുത്തെ നമ്മളുടെ മെസ്സേജ് സിഗ്നൽ ഏതാ? cos 2πfmt ആണ് മെസ്സേജ് സിഗ്നൽ. ഈ മെസ്സേജ് സിഗ്നൽ ഒരു സിംഗിൾ ഫ്രീക്വൻസി ഉള്ള സിഗ്നൽ അല്ലേ? ആണ്. അപ്പൊ ഇത് ഏത് AM ആണ്? സിംഗിൾ ടോൺ AM ആണ് തന്നിരിക്കുന്നത്. സിംഗിൾ ടോൺ AM-ന്റെ ജനറലൈസ്ഡ് ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ ഈ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കൂ. ഈ രണ്ട് ഇക്വേഷനുകളും ഒരുപോലെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷനുകളും ഒരുപോലെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായിരുന്നു നമ്മളുടെ ഇക്വേഷൻ? AC into 1 plus m cos 2πfmt into cos 2πfct. ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. രണ്ടുപേരെയും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ രണ്ടുപേരും ഒരുപോലെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. AC-യുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ AC-ക്ക് പകരം തന്നിരിക്കുന്ന ഏതാണ്? 5 ആണ്. ഇനി ഇവിടെ നോക്കി, അടുത്ത വാല്യൂ പരിശോധിച്ചേ. M-ന്റെ വാല്യൂ ഇവിടെ 2 ആണ്. ഇവിടെ M-ന് പകരം തന്നിരിക്കുന്നത് 2 ആണ്. ഇനി തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? മെസ്സേജിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ദെൻ കാരിയറിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അത് നമ്മൾ ഇതിനകത്തുനിന്ന് ഐഡന്റിഫൈ ചെയ്യണം. നോക്കിയേ, മെസ്സേജിന്റെ ഫ്രീക്വൻസി 2πfm ആണ്. മെസ്സേജിന്റെ ഫ്രീക്വൻസി 2πfm-ന് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ എത്രയാണ്? 200 π. അപ്പോൾ നമുക്ക് FM എത്ര കിട്ടും? FM വിൽ ഗെറ്റ് FM as 100 Hz എന്ന് കിട്ടും. അതുപോലെ സിമിലർലി നമുക്ക് FC കണ്ടുപിടിക്കാമല്ലോ. സോ FM നമുക്ക് 100 Hz എന്ന് കിട്ടി. ദെൻ
എഫ് സി നമുക്ക് അതുപോലെ തന്നെ കണ്ടുപിടിക്കാം. 2000 പൈ ആണ് 2 പൈ എഫ് സി. സോ എഫ് സി എന്ന് പറയുന്നത് 1000 ഹെർട്സ് ആണ്. സോ എഫ് സി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ മോഡുലേഷൻ ഇൻഡെക്സ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 2 ആണ് മോഡുലേഷൻ ഇൻഡെക്സ്. ദെൻ എ സി കരിയർ ഫ്രീക്വൻസിയുടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുനിന്ന്, ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. ഇവിടെ നോക്കിയേ, മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസി 100 ഹെർട്സും കരിയറിന്റെ ഫ്രീക്വൻസി 1000 ഹെർട്സും. അതല്ലെങ്കിലും അങ്ങനെ വരികയുള്ളൂ. മോഡുലേഷനകത്ത് കരിയറിന്റെ ഫ്രീക്വൻസി മെസ്സേജിന്റെ ഫ്രീക്വൻസിയേക്കാൾ മച്ച് ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ നോക്കിയേ, ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് ഈ ജനറലൈസ്ഡ് ഇക്വേഷനും നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനും തമ്മിൽ കമ്പയർ ചെയ്ത് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ അപ്പോൾ എ മോഡുലേറ്റഡ് സിഗ്നൽ ആണ്, അതും സ്പെസിഫിക് ആയിട്ട് സിംഗിൾ ടോൺ എ മോഡുലേറ്റഡ് സിഗ്നൽ ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഇനി നോക്കി, ഇവിടെ നിന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തല്ലോ, മോഡുലേഷൻ ഇൻഡെക്സ് എം എന്ന് പറയുന്നത് 2 ആണ്. ദെൻ കാരിയർ ഫ്രീക്വൻസി എ സി എന്ന് പറയുന്നത് 5 ആണ്. ദെൻ മെസ്സേജ് ഫ്രീക്വൻസി 100 ഹെർട്സ് ആണ്. ദെൻ കാരിയർ ഫ്രീക്വൻസി 1000 ഹെർട്സ് ആണ്. ഇപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് 2 ആണ്, കാരിയറിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് 5 വോൾട്ട് ആണ്, മെസ്സേജ് ഫ്രീക്വൻസി 100 ഹെർട്സ് ആണ്, കാരിയർ ഫ്രീക്വൻസി 1000 ഹെർട്സ് ആണ്. ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടി. ഇനി നമ്മൾ അറിയേണ്ടത്, നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏത് ഡീമോഡുലേറ്റർ ആണ് ഈ തന്നിരിക്കുന്ന മോഡുലേറ്റഡ് സിഗ്നലിനെ ഡീമോഡുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്? അപ്പൊ നോക്കിയാൽ ഇത് എ എം സിഗ്നൽ ആണെന്ന് മനസ്സിലായി. എ എം സിഗ്നലിൽ ഏത് ഡീമോഡുലേറ്റർ ഉപയോഗിക്കണം? എ എം സിഗ്നലിൽ നമ്മൾ ഏതൊക്കെ ഡീമോഡുലേറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്? മെയിൻലി 3 ഡീമോഡുലേറ്റേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയായിരുന്നു? എൻവലപ്പ് ഡിറ്റക്ടർ, സ്ക്വയർ ലോ ഡിറ്റക്ടർ, ദെൻ സിൻക്രണസ് ഡിറ്റക്ടർ. ഈ 3 എണ്ണവും ഓപ്ഷനിൽ തന്നിട്ടുമുണ്ട്. അപ്പൊ ഇതിലേതെങ്കിലും ഒരെണ്ണം ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. അതെങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? അതിന് നമ്മളെ സഹായിക്കുന്നത് ആരാണ്? ഈ മോഡുലേഷൻ ഇൻഡെക്സിന്റെ വാല്യൂ ആണ് ഏത് ഡിറ്റക്ടർ ആണ് ഉപയോഗിക്കേണ്ടത് എന്നറിയാൻ നമ്മളെ സഹായിക്കുന്നത്. എങ്ങനെയാണ് മോഡുലേഷൻ ഇൻഡെക്സിന്റെ വാല്യൂ അനുസരിച്ച് തീരുമാനിക്കുന്നത്? സ്ക്വയർ ലോ ഡിറ്റക്ടറിന്റെ പ്രത്യേകത നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? മോഡുലേഷൻ ഇൻഡെക്സിന്റെ വാല്യൂ വളരെ കുറവാണെങ്കിൽ മാത്രമേ നമുക്ക് സ്ക്വയർ ലോ ഡിറ്റക്ടർ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഏകദേശം 0.2 താഴെയാണ് മോഡുലേഷൻ ഇൻഡെക്സ് എങ്കിൽ മാത്രമേ സ്ക്വയർ ലോ ഡിറ്റക്ടർ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ ലോ ഡിറ്റക്ടറിൽ നിങ്ങൾക്ക് ഒരു വാണ്ടഡ് ടേം ഉണ്ടാകും, ഒരു അൺവാണ്ടഡ് ടേമും ഉണ്ടാകും. ഈ അൺവാണ്ടഡ് ടേമിന്റെ പവർ വാണ്ടഡ് ടേമിന്റെ പവറിനെ അപേക്ഷിച്ച് അറ്റ്ലീസ്റ്റ് 10 ടൈംസ് എങ്കിലും കുറവാണെങ്കിൽ മാത്രമേ സ്ക്വയർ ലോ ഡിറ്റക്ടറിനെ എഫിഷ്യൻ്റ് ആയിട്ട് മെസ്സേജ് സിഗ്നലിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അത് നമ്മൾ മാത്തമാറ്റിക്കലി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഇതിന്റെ സ്ക്വയർ ലോ ഡിറ്റക്ടറിൽ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ വാല്യൂ ആയിരിക്കണം. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 0.2 താഴെ ആയിരിക്കണം എന്നുള്ള കാര്യം കണ്ടീഷൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ് എത്രയാ? അവർ മോഡുലേഷൻ ഇൻഡെക്സ് ഈസ് 2 ആണ് നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് സ്ക്വയർ ലോ ഡിറ്റക്ടർ ഉപയോഗിക്കാൻ കഴിയുമോ? ഇല്ല, സ്ക്വയർ ലോ ഡിറ്റക്ടർ ഉപയോഗിക്കാൻ കഴിയില്ല. അടുത്ത മോഡുലേറ്റർ നോക്കിയേ, എൻവലപ്പ് ഡിറ്റക്ടർ. എൻവലപ്പ് ഡിറ്റക്ടർ ഉപയോഗിക്കണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്? എൻവലപ്പ് ഡിറ്റക്ടർ ഉപയോഗിക്കുന്ന എപ്പോഴാണ്? മോഡുലേഷൻ ഇൻഡെക്സ് <= 1 ആണെങ്കിൽ മാത്രമേ നമുക്ക് എൻവലപ്പ് ഡിറ്റക്ടർ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. മോഡുലേഷൻ ഇൻഡെക്സ് <1 ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? മോഡുലേഷൻ ഇൻഡെക്സ് <1 ആണെങ്കിൽ എൻവലപ്പ് ഡിറ്റക്ടർ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ടിൽ കിട്ടാൻ പോകുന്നത് എന്താണ്? മോഡുലസ് ഓഫ് എം ഓഫ് ടി ആയിരിക്കും. ഒറിജിനൽ മെസ്സേജ് സിഗ്നൽ എം ഓഫ് ടി കിട്ടുന്നതിന് പകരം മോഡുലസ് ഓഫ് എം ഓഫ് ടി ആയിരിക്കും. മോഡുലേഷൻ ഇൻഡെക്സ് <1 ആണെങ്കിൽ എൻവലപ്പ് ഡിറ്റക്ടർ ഉപയോഗിച്ചാൽ ഔട്ട്പുട്ടിൽ കിട്ടാൻ പോകുന്നു. അപ്പൊ മോഡുലസ് ഓഫ് എം ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇതായിരുന്നു നിങ്ങൾക്ക് കിട്ടേണ്ട മെസ്സേജ് സിഗ്നൽ. നിങ്ങൾ എൻവലപ്പ് ഡിറ്റക്ടർ ആണ് ഉപയോഗിച്ചത്, പക്ഷെ മോഡുലേഷൻ ഇൻഡെക്സിന്റെ വാല്യൂ <1 ആണ്. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സിന്റെ വാല്യൂ <1 ആണ്. നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടാൻ പോകുന്ന മെസ്സേജ് സിഗ്നൽ എന്താണ്? എൻവലപ്പ് ഡിറ്റക്ടർ ഉപയോഗിച്ചാൽ മോഡുലസ് ഓഫ് എം ഓഫ് ടി. ഇതായിരുന്നു ആക്ച്വൽ മെസ്സേജ് സിഗ്നൽ. ഇതിന്റെ മോഡുലസേ ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. ഇതിന്റെ മോഡുലസേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയായിരിക്കും സിഗ്നൽ ഇരിക്കുന്നത്? ഇവിടെ നോക്കി, സിഗ്നൽ ഇരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അതുപോലെ തന്നെ കിട്ടും. കാരണം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ മെസ്സേജ് സിഗ്നലിന്റെ വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആണ്. അതുകൊണ്ട് അത് അതുപോലെ തന്നെ കിട്ടും. അതിന്റെ മോഡുലസ് എടുത്താലും അതുപോലെ തന്നെ കിട്ടും. അതേസമയം നെഗറ്റീവ് ഹാഫ് സൈക്കിളിലോ
നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ മെസ്സേജ് സിഗ്നലിന്റെ വാല്യൂസ് എല്ലാം നെഗറ്റീവ് ആണ്, മോഡുലസ് എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ട് കിട്ടും. സോ എൻവലപ്പ് ഡിറ്റക്ടർ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മോഡുലേഷൻ ഇൻഡെക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഔട്ട്പുട്ടിൽ കിട്ടാൻ പോകുന്നത് ഒറിജിനൽ മെസ്സേജ് സിഗ്നൽ അല്ല, പകരം മോഡുലസ് ഓഫ് എം ഓഫ് ടി ആണ്. സോ എൻവലപ്പ് ഡിറ്റക്ടർ ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് എൻവലപ്പ് ഡിറ്റക്ടറും ഉപയോഗിക്കാൻ പറ്റില്ല. ഇതല്ല നമുക്ക് ഔട്ട്പുട്ടിൽ വേണ്ടത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഉറപ്പായി. പിന്നെ നമുക്കുള്ള ഒരേ ഒരു ഡിറ്റക്ടർ ഏതാ? സിങ്ക്രണസ് ഡിറ്റക്ടറാണ്. സിങ്ക്രണസ് ഡിറ്റക്ടർ നമുക്ക് ഏത് മോഡുലേഷൻ ഇൻഡെക്സിലും ഉപയോഗിക്കാം. സിങ്ക്രണസ് ഡിറ്റക്ടർ മോഡുലേഷൻ ഇൻഡെക്സ് ലെസ് ദാൻ 1 ആയാലും ഉപയോഗിക്കാം, ഗ്രേറ്റർ ദാൻ 1 ആയാലും ഉപയോഗിക്കാം, എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ നമുക്ക് സിങ്ക്രണസ് ഡിറ്റക്ടർ ഉപയോഗിച്ചാൽ പോരെ, എന്തിനാ നമ്മൾ എൻവലപ്പ് ഡിറ്റക്ടറിലേക്കും സ്ക്വയർ ലോ ഡിറ്റക്ടറിലേക്കും ഒക്കെ പോകുന്നത്? നമ്മൾ AM ഡിറ്റക്ഷന് ജനറലി ഉപയോഗിക്കുന്ന ഡിറ്റക്ടർ ഏതാണ്? നമ്മൾ സാധാരണ AM നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ജനറലി നമുക്ക് ഫെയ്ത്ത്ഫുൾ റീപ്രൊഡക്ഷൻ ഓഫ് മെസ്സേജ് സിഗ്നലിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എൻവലപ്പ് ഡിറ്റക്ടറാണ്. അപ്പോൾ പിന്നെ സിങ്ക്രണസ് ഡിറ്റക്ടർ എല്ലാ മോഡുലേഷൻ ഇൻഡെക്സിനും ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതിന് എന്തെങ്കിലും ഡ്രോബാക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് അത് അധികം ഉപയോഗിക്കാത്തത്. എന്താണ് സിങ്ക്രണസ് ഡിറ്റക്ടറിന്റെ ഡ്രോബാക്ക്? ഒന്ന്, സിങ്ക്രണസ് ഡിറ്റക്ടറിൽ നമുക്ക് ട്രാൻസ്മിറ്റർ സൈഡിൽ ഉപയോഗിച്ച അതേ കാരിയർ തന്നെ റിസീവർ സൈഡിലും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ സെയിം കാരിയറിനെ, അതേ സിങ്കിലുള്ള കാരിയറിനെ റിസീവർ സൈഡിൽ ഉണ്ടാക്കുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക്കാണ്. അത് വളരെ എളുപ്പം നമുക്കങ്ങ് ട്രാൻസ്മിറ്റർ സൈഡിലുള്ള അതേ കാരിയറിനെ റിസീവർ സൈഡിൽ ഫോം ചെയ്യാൻ കഴിയില്ല. നോർമലി കാരിയർ റിസീവർ സൈഡിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫേസ് ഡിഫറൻസോ ഫ്രീക്വൻസി ഡിഫറൻസോ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഫേസ് ഡിഫറൻസും ഫ്രീക്വൻസി ഡിഫറൻസും ഒക്കെ ഉണ്ടായാൽ എന്താ സംഭവിക്കുക? ക്വാഡ്രേച്ചർ നൾ ഇഫക്റ്റ്. ആ ഫേസ് ഡിഫറൻസ് ഉണ്ടാവുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ എന്താ സംഭവിക്കുക? നമുക്ക് ഈ സിങ്ക്രണസ് ഡിറ്റക്ടർ ഉപയോഗിച്ച് മെസ്സേജ് സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്യാനേ പറ്റില്ല. അതല്ല വേറെ ഏതെങ്കിലും ഒരു ഫേസ് ഡിഫറൻസ് ആണ് ഉണ്ടാകുന്നതെങ്കിലോ സ്റ്റിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന മെസ്സേജ് സിഗ്നലിന്റെ പവർ കുറവായിരിക്കും. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ മോഡുലേഷൻ ഇൻഡെക്സിന്റെ വാല്യൂ എത്രയാ പറഞ്ഞിരിക്കുന്നത്? 2 ആ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 മോഡുലേഷൻ ഇൻഡെക്സ് ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് എന്തായാലും എൻവലപ്പ് ഡിറ്റക്ടർ ഉപയോഗിക്കാൻ കഴിയില്ല, സ്ക്വയർ ലോ ഡിറ്റക്ടർ ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെ നമുക്ക് ആകെയുള്ള ഓപ്ഷൻ സിങ്ക്രണസ് ഡിറ്റക്ടർ ആണ്. സിങ്ക്രണസ് ഡിറ്റക്ടർ എന്തായാലും ഉപയോഗിച്ചേ പറ്റൂ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നമ്മുടെ ആൻസർ എന്താണ്? സിങ്ക്രണസ് ഡിറ്റക്ടർ ആണ്. സിങ്ക്രണസ് ഡിറ്റക്ടറെ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. കാരണം തന്നിരിക്കുന്നത് AM സിഗ്നലാണ്. സ്ക്വയർ ലോ ഡിറ്റക്ടറും എൻവലപ്പ് ഡിറ്റക്ടറും ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ നോക്കിയേ, ഈ ഒരു ചോദ്യത്തിൽ നിന്നും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? AMന്റെ ജനറലൈസ്ഡ് ഇക്വേഷൻ പഠിച്ചു. അതിനകത്തുനിന്ന് എങ്ങനെയാണ് മോഡുലേഷൻ ഇൻഡെക്സിന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യുന്നത്, VC എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, അതായത് കരിയറിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, ദെൻ കരിയറിന്റെ ഫ്രീക്വൻസി എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസി എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, ദെൻ ഡിഫറെന്റ് ഡിറ്റക്ടേഴ്സ്, എൻവലപ്പ് ഡിറ്റക്ടേഴ്സ്, സിങ്ക്രണസ് ഡിറ്റക്ടേഴ്സ്, സ്ക്വയർ ലോ ഡിറ്റക്ടേഴ്സ്, ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ എന്താണ്, എവിടെയാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഓരോരുത്തരുടെയും ഡ്രോബാക്ക് എന്താണ്, തുടങ്ങി വളരെയധികം കാര്യങ്ങൾ വളരെ ക്വിക്കായിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് റിവൈസ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളെ വളരെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാൻ നിങ്ങൾ എവിടെയെങ്കിലും ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾക്കൊരു റിവിഷൻ നടത്താൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ക്യൂ കാർഡ് സീരീസ് നമ്മൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ചോദ്യമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു.